ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ +2 ഹിന്ദി എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഹിന്ദിയാണ്. ബാക്കി എടുത്തവരുണ്ടാവും. അവരുടെയൊക്കെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് പറയാം. സിമ്പിളാണോ ടഫാണോ അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണോ ചോദിച്ചതെന്നൊക്കെ പറയാം. ഇപ്പോൾ എൻ്റെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. സിമ്പിൾ എക്സാം തന്നെയായിരുന്നു. പൊതുവെ എല്ലാവരുടെ അഭിപ്രായവും സിമ്പിൾ തന്നെയാണ്. എനിക്ക് പക്ഷെ കുറച്ചധികം ഡൗട്ടുള്ളത് ഞാൻ ഈ കുമുദ് ഫൂലിൻ്റെ ചാപ്റ്റർ അത്ര നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു, അതന്നെയായിരിക്കും മിക്കവാറും ചോദിക്കുകയെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ടാണ് പോയത്. അല്ലെങ്കിൽ ഞാൻ നോക്കണ്ട വിചാരിച്ചാൽ ആ ഒരു തോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ പോയിട്ടാണ് ഞാനിത് എഴുതിയത്. അപ്പോൾ എനിക്ക് ആശയം വലിയ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി, ആസ്വാദന ടിപ്പണി. പക്ഷെ എനിക്ക് ആ 3 മാർക്കിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കുറച്ച് ഡൗട്ടുണ്ട്, കുറച്ചധികം ഡൗട്ടുണ്ട്. ഞാൻ തെറ്റ് തന്നെ ആവാനാണ് ചാൻസ്. അപ്പം അവിടെ മിക്കവാറും മാർക്ക് പോകും. അതേപോലെ തന്നെ ദോസ്തിൻ്റെ ടിപ്പണി ഞാൻ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഇത് ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്ത് എഴുതണോ അല്ലെങ്കിൽ അല്ലാണ്ട് എഴുതണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എങ്ങനെയൊക്കെ എഴുതി വെക്കുക ഇല്ലേ. പിന്നെ വേണ്ടത്ര കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് നല്ല ഡൗട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് അതിനേക്കാളും ഡൗട്ടുള്ളത് ഞാൻ പറഞ്ഞ കുമുദ് ഫൂലിൻ്റെ ആ ഒരു പോർഷനാണ്. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം സിമ്പിൾ തന്നെയായിട്ട് എനിക്കും തോന്നിയിരുന്നു. നല്ല എക്സാം തന്നെയായിരുന്നു. ഓവറോൾ ബാക്കിയുള്ള എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഫാർ ബെറ്ററാണ്. പക്ഷെ എപ്പോഴും ഹിന്ദി എക്സാം എഴുതിയിട്ട് കിട്ടുന്ന ഒരു സുഖം കിട്ടിയിട്ടില്ല എനിക്ക്. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റിൽ പറയാം. എനിക്ക് അതിൻ്റെ മെയിൻ റീസൺ ആ കുമുദ് ഫൂലിൽ ചോദിച്ചോണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാനിത് വരുന്നൊരു തോട്ട് ഉണ്ടായിരുന്നെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഡോക്ടർ ജെ ബാബുവിൻ്റെ ഒരു ചാപ്റ്റർ ഇല്ലേ, പേര് ഞാൻ കിട്ടുന്നില്ല. ആ ചാപ്റ്റർ വരണമെന്ന് എനിക്കുണ്ടായി. കാരണം അത് കുറച്ച് സിമ്പിളല്ലേ. അതും അതേപോലെ തന്നെ മധുറുദും വലിയ കുഴപ്പമില്ല. മധുറുദ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ കുറച്ച് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവും, ഓണപ്പരീക്ഷക്കും ക്രിസ്മസിനൊക്കെ ആയിട്ട്. അപ്പോൾ അതും വരണമെന്നുണ്ടായി. കുമുദ് ഫൂല് വന്നാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം 5 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയ സീൻ. പക്ഷെ ഞാൻ ഈ ആസ്വാദന ടിപ്പണിയിലായിട്ട് വരുന്നു ഒന്നും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിട്ട. അപ്പോൾ അത് വന്നുകൊണ്ട് കുറച്ച് സങ്കടമുണ്ട്. പിന്നെ ആ ഒരു 3 മാർക്ക് ഡൗട്ട് തന്നെയാണ്, അത് കിട്ടുമെന്ന്. 26ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആർട്ട് സഹി ശബ്ദ് ചോടെ ചുൻകറിലേക്ക്. ആ സാധനം ഞാൻ ആദ്യം എഴുതിയത് മൊത്തം തെറ്റിയായിരുന്നു. 3 മാർക്ക് കിട്ടേണ്ട ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു ആദ്യം. അവസാനം ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ കുറച്ച് എന്തൊക്കെയൊക്കെയോ കാട്ടി വെച്ച് എഴുതിയത് മറ്റേത് വെട്ടിയിട്ട് അത് കറക്റ്റായി. അപ്പോൾ അതൊരു സമാധാനമുണ്ട്. പക്ഷെ എൻ്റെ ഓപ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്പം റിഗ്രറ്റ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻ എഴുതുന്നതിന് പകരം വേറൊരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നൊരു ഡൗട്ടുണ്ട് ആ ദോസ്തിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഓവറോൾ എക്സാം വാസ് ഓക്കെ, ക്വൈറ്റ് സിമ്പിൾ എന്ന് തന്നെ പറയാമല്ലേ. ഓക്കെ എക്സാം ആയിരുന്നു. പിന്നെ ബാക്കി സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഉറുദു, അറബിക്ക്, സിറിയാക്ക്, സംസ്കൃതമൊക്കെ എടുത്തവരെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ പറയാം. സിമ്പിളാണോ ടഫാണോ അങ്ങനെയൊക്കെ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ എന്നൊക്കെ പറയാം. പാറ്റേൺ എപ്പോഴും ഉള്ളതുപോലെ ഞാനൊന്ന് മാറ്റിയെന്നൊക്കെ പറയാം. ഞാൻ മലയാളംകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല സിമ്പിൾ തന്നെയാണ് പറഞ്ഞത്, കുഴപ്പമുണ്ടായിരുന്നില്ല തന്നെ പറഞ്ഞു. +1 അവർക്ക് എന്തോ കുറച്ച് ടഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ +1 ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ +2 നല്ല എക്സാം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിൻ്റെ റിവ്യൂ ഇത്ര തന്നെ ഉള്ളൂ. സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ 1 വേർഡ് അങ്ങനെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം തെറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ മൂടങ്ങ് പോകും. ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. എനിവേ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും പറയാം. ഒപ്പീനിയൻ കമൻറ്റിൽ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് ആർക്കും ടഫായിട്ടില്ല അങ്ങനെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. ദാറ്റ്സ് ഇറ്റ്. ബൈ.